കാറ്റത്തെ കിളിക്കൊള്ളിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നിധിയും കൊണ്ടാണെങ്കിൽ സുഭാഷേനും നികേഷാണെങ്കിലും ഓരോ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ ഭാസ്കരനാണെങ്കിൽ ഉമ്മർത്ത് തന്നെ ബീഡിയും വലിച്ചൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നിധിയെ കണ്ട ഉടനെ നമ്മളെ ഹരീഷാണെങ്കിൽ വന്ന് സന്തോഷത്തോടെ ബാഗൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നിധി അകത്തോട്ട് കയറുന്ന സമയത്ത് നമ്മൾ ഭാസ്കരനെ ഒരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ ഭാസ്കരനാണെങ്കിൽ ഒരു പരിങ്ങലോടെയൊക്കെ നമ്മളെ നിധിയെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നിധി മനസ്സിൽ പറയുന്നുണ്ട്, ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത കണക്ക് ഇരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ നിധി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഭാസ്കരൻ പറയുന്നുണ്ട്, എൻ്റെ ശിവനെ വന്ന ഉടനെ എനിക്ക് തന്നിട്ടാണല്ലോ നല്ല പണിയായിട്ട് വന്നേക്കുന്നതെന്നൊക്കെ നമ്മൾ ഭാസ്കരൻ ചിന്തിക്കുന്നുണ്ട്. കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ പറഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്തേ ഒന്നുമില്ല സുഭാഷേട്ടൻ, ചിലരാണെങ്കിൽ സഹായിക്കുന്ന പേരിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടാണെങ്കിൽ ഒന്നും അറിയാത്ത കണക്കൊക്കെ ഇരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരം കള്ളന്മാരെ ഒന്ന് ശരിയാക്കണമെന്നൊക്കെ നിധി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്, മോളെ നീ ആരെക്കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതൊക്കെ ഉണ്ട് സുഭാഷേട്ടാ എന്നൊക്കെ നമ്മളെ നിധിയാണെങ്കിൽ ഭാസ്കരനെ നോക്കി പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ഭാസ്കരൻ ചിന്തിക്കുന്നുണ്ട്, അപ്പം നീ കരുതി കൂട്ടി തന്നെ വന്നിരിക്കുന്നതെന്നൊക്കെ നമ്മളെ ഭാസ്കരൻ പറയുന്നുണ്ട്. നമ്മളെ നിധിയാണെങ്കിലും അതെ ഈ പ്രാവശ്യം എന്തായാലും കരുതി കൂട്ടി തന്നെ വന്നിരിക്കുന്നതെന്ന് നമ്മളെ നിധി ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഭാസ്കരനാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഈ പ്രാവശ്യം എന്താ പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഭാസ്കരൻ ചിന്തിക്കുമ്പോൾ നമ്മളെ നിധി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, അച്ഛനെ ഒന്ന് വറുത്തെടുക്കാനെന്നൊക്കെ നമ്മളെ നിധി മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ഭാസ്കരൻ അയ്യോ നികേഷ് പറയുന്നുണ്ട്, വാ ഏട്ടത്തി എന്താ ഇവിടെ നിൽക്കുന്ന അകത്തോട്ട് വന്നതെന്ന് പറയുന്ന സമയത്ത് നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, നിൽക്കടാ അവളിപ്പോൾ കുറേ ദിവസമായാലും ഇങ്ങോട്ട് വന്നിട്ട് എന്തായാലും ആരതി എടുത്തിട്ട് അകത്തോട്ട് കയറ്റാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ നികേഷ് പറയുന്നുണ്ട്, ഇതെന്താ വന്നുടനെ ആരതി എടുക്കുക, എന്താ സീരിയല്ല ഏട്ടത്തി വന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നിധിയെ വിളിച്ചിട്ട് നമ്മളെ നികേഷ് ആണെങ്കിൽ അകത്തോട്ട് പോകും. അകത്തോട്ട് വന്ന സമയത്താണ് നമ്മളെ ഭാസ്കരൻ പറയുന്നത്, എന്തായാലും ഇവിടെ എനിക്കിട്ട് പണിയോ എന്നൊക്കെ നമ്മളെ ഭാസ്കരൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നികിയെ കാണുമ്പോൾ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, എന്തായാലും ഏട്ടത്തി തിരിച്ച് വന്നതിൽ സന്തോഷമായെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുഭാഷേട്ടനാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് നമ്മളെ നിധിക്ക് കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നിധി വെള്ളമൊക്കെ കുടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടുത്തെ സാറ് എവിടെ പോയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, ചേട്ടാ റൂമിലേക്ക് പോയെന്ന് പറയുന്നപ്പോഴത്തേക്കും നമ്മൾ നിധി ചോദിക്കുന്നുണ്ട്, ആദ്യമേ റൂമിലേക്ക് പോയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, അത് ഏട്ടത്തി വരുന്നതാണെങ്കിൽ സുധീഷേട്ടൻ അറിയത്തില്ല, ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുഭാഷിട്ടൻ പറയുന്നുണ്ട്, അവനെ റൂമിൽ നിന്ന് വിളിച്ചിറക്കാനൊക്കെ പറയുന്നു. നമ്മൾ നിധി പറയുന്നുണ്ട്, വേണ്ട ഞാൻ അങ്ങോട്ട് റൂമിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധി റൂമിലോട്ട് ചെല്ലുന്ന സമയത്ത് നമ്മൾ സുധീഷാണെങ്കിൽ ഞങ്ങളുടെ ഇയർഫോണൊക്കെ വെച്ചാണെങ്കിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടുകൊണ്ട് കിടക്കും. അപ്പോൾ നമ്മൾ നിധിയെ കാണുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ ഞെട്ടിയിട്ട് നിധി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കണ്ണൊക്കെ തിരുമ്പി നോക്കിയിട്ട് ഇതെന്താ സ്വപ്നമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നിധി പറയുന്നുണ്ട്, സ്വപ്നമൊന്നുമല്ല, ഞാൻ ഇങ്ങോട്ട് വന്നതാന്നൊക്കെ പറയുന്നുണ്ട്. അത് സുധീഷ് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ നമ്മളെ നിധി പറയുന്നു. സുധീഷാണെങ്കിൽ ബോധം കെട്ട് വീഴുന്നതൊക്കെ കട്ടിലൊക്കെ വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നികേഷ് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ ഇവിടെ നിന്ന് ഇറങ്ങി റൂമിൽ നിന്ന് പോയി ഇവിടെ കിടന്ന് നാടകം കളിക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അല്ല മേഡം വരുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ജോലി ഇല്ലാത്തതുകൊണ്ട് ഇവരാരും എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അയ്യോ ഇനി ഞാൻ ഈ റൂമിൻ്റെ സൈഡിൽ പോലും ഞാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സുധീഷാണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നമ്മൾ സുധീഷാണെങ്കിൽ ഹാളിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ സുഭാഷേട്ടൻ ചോദിക്കും, നീ എന്തിനാണ് ആ റൂമിലോട്ട് പോയെന്ന് ചോദിക്കുന്ന സമയത്തും നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അത് പിന്നെ മേഡം വരുന്ന കാര്യം എൻ്റെ അടുത്ത് ആരും പറഞ്ഞില്ലായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നാണെങ്കിൽ രാത്രിയാണെങ്കിൽ അവരെല്ലാവരുടെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും നമ്മൾ നിധിയാണെങ്കിൽ എല്ലാം ആസ്വദിച്ച് നല്ല സ്പീഡിലൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട്, ഹോസ്റ്റലിലെ ഫുഡൊന്നും കൊള്ളത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിധി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ മനസ്സിലായതാന്ന് ചോദിക്കുമ്പോൾ അല്ല കഴിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും മനസ്സിലായെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, അവ പറഞ്ഞത് ശരിയാ സുഭാഷ് ചേട്ടാ, ഒരു വഹിക്ക് കൊള്ളത്തില്ലായിരുന്നു, ഇപ്പോഴാണ് നാക്കിൽ രുചിയായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതെന്നൊക്കെ നമ്മൾ നിധിയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഭാസ്കരനാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ഭാസ്കരൻ്റെ അടുത്ത് നിധി ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഭാസ്കരൻ പറയുന്നുണ്ട്, എന്ത് ബുദ്ധിമുട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭാസ്കരനെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നിധി പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ അച്ഛനിക്കും കൂടെ ഫുഡ് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുഭാഷാണെങ്കിലും അച്ഛനിക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് നിധി ചോദിക്കുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ കഴിക്കുന്നില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് സുഭാഷ് പറയുന്നുണ്ട്, ആ കഴിക്കാൻ മോളെന്ന് പറയുന്നുണ്ട്. അപ്പം സുഭാഷ് ആണെങ്കിൽ നമ്മൾ സുധീഷിനടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതാ നീ കഴിക്കുന്നില്ലേ, എന്നെ ഇവിടെ ആരെങ്കിലും ഒരു മനുഷ്യനായിട്ടെങ്കിലും കണക്ക് കൂട്ടണ്ടേ, എൻ്റെ അടുത്ത് ഇവിടെ ആരും സംസാരിക്കുന്നതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ ഒരു റേഡിയോയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ, എനിക്ക് സംസാരിക്കാൻ നീ മാത്രമേ ഉള്ളെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നിധിയാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുധീഷിനെ കളിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് സപ്പോർട്ടായിട്ട് നമ്മളെ നികേഷും അതിന് സപ്പോർട്ടായിട്ട് നിന്ന് കളിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നിധി പറയുന്നുണ്ട്, അല്ല ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീട് വിട്ട് പോകാമെന്നൊക്കെ അല്ലേ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, പൊയ്ക്കോളാം, ഇന്നിപ്പോൾ രാത്രി തന്നെ പോകണമെന്നൊന്നും ഇല്ലല്ലോ, നാളെ രാവിലെ ആണെങ്കിലും പോകാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്.
ആ സമയത്ത് നമ്മളെ സുഭാഷേട്ടൻ പറയുന്നുണ്ടെന്ന് ചുമ്മാ ഇരടാ, നീ ഇവിടെ നിന്ന് വിട്ട് എവിടെ പോകാനാണ്. നമ്മളെ സുധീഷ് പറയും, അയ്യോ സുഭാഷേട്ടൻ കൂടുതൽ സ്നേഹം കാണിക്കല്ലേ, ഞാനെങ്ങോട്ടെങ്കിലും പോയിക്കോളാന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ഭാസ്കരൻ പറയുന്നുണ്ട്, എടാ നോർത്ത് ഇന്ത്യയിലോട്ടാണ് പോകുന്നതെങ്കിൽ നീ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ റൂമൊക്കെ കിട്ടുന്ന സ്ഥലമൊക്കെ പറഞ്ഞുതരാമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സുധീഷാണെങ്കിൽ കൊണ്ടിരിക്കുന്ന ടിന്നടുത്ത് നമ്മളെ ഭാസ്കരനെ നേരെ അറിയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പറയുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മളെ ഭാസ്കരൻ പറയുന്നില്ല, നീ എന്തോടാ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫുഡ് കഴിക്കുന്നത് കണ്ടില്ല, നീ എന്തോ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നികേഷ് പറയുന്നുണ്ട്, ഇത് ഇപ്പോഴാണ് ഒരു വീടായത്, ഇത്രയും ദിവസം ഇവിടെ ഒരു സന്തോഷം ഒരു കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഭാസ്കരൻ പറയുന്നത് ശരിയാ, മോള് വന്നതിന് ശേഷം ഇപ്പോൾ ഒരു പ്രകാശം വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ലേറ്റുമായിട്ട് കമ്പയർ ചെയ്തൊക്കെ ഇങ്ങനെ നമ്മൾ നിധിയെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷിനെ നോക്കിയിട്ടാണെങ്കിൽ നമ്മൾ ഭാസ്കരൻ പറഞ്ഞു, ഇവനെ പിന്നെ എലമെൻ്റൊക്കെ അടിച്ചു പോയെന്നൊക്കെ നമ്മൾ ഭാസ്കരൻ പറയും. നമ്മൾ സുധീഷ് പറയുന്നത് ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സുധീഷ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സുഭാഷേട്ടനെങ്കിൽ സങ്കടം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് അത് ചമ്മലും ഉണ്ടാകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നിധി പറയുന്നുണ്ട് സുഭാഷേട്ടൻ ഭക്ഷണം കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. അവനെ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ നമ്മൾ സുധീഷ് ഒരു സഞ്ചിയിൽ കുറച്ച് സാധനമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് സുഭാഷേട്ടൻ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സുധീഷ് പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ കടയിൽ സാധനം കിട്ടാതെ കുറച്ച് ദൂരം നടന്നു പോയാൽ ഞാൻ വാങ്ങിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാം സുഭാഷേട്ടന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ നമ്മൾ സുഭാഷേട്ടൻ പറയുന്നുണ്ട് ആ ഇടയ്ക്ക് കുറച്ചൊക്കെ നടക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധി പറയുന്നത് എന്ത് ഇവിടെ സുഭാഷേട്ടൻ മാത്രമാണ് കഴിക്കുന്നത്, എല്ലാവരും കഴിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ നിധി പറയുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ നികേഷ് ആണെങ്കിൽ വീഡിയോയിൽ ഫോണിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എടാ നികേഷ് നിൻ്റെ പനിയൊക്കെ ഇപ്പോൾ മാറിയോടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നികേഷ് പറയുന്നത് ആ ഏട്ടത്തി വന്നതുകൊണ്ട് എൻ്റെ പനിയൊക്കെ മാറിയെന്നൊക്കെ പറയുന്നുണ്ട്, താങ്ക് യു ഏട്ടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹരീഷും നികേഷും കൂടെ ആണെങ്കിലും നികേഷിനാണെങ്കിൽ സുധീഷൊക്കെ വരുന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് അവരും കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നിധി ചോദിക്കുന്നുണ്ട്, എടാ എന്നെയാണ് കളിയാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധീഷ് അവിടെ നിന്ന് ഭയങ്കര ഹീറോയൊക്കെ കണക്കെടിയിട്ട് വന്നിട്ട് എടാ നിധിയാണ് നിങ്ങൾ കളിയാക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നിധി പറയുന്നത് ഹലോ എന്നെ കളിയാക്കി കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനൊക്കെ എനിക്കറിയാമെന്നൊക്കെ നമ്മൾ നിധി പറയുന്നുണ്ട്, നിങ്ങൾ ഇടപെടേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധീഷ് പറയുന്നത് ആഹാ അല്ലെങ്കിൽ നിധി തിരിച്ച് വരുമെന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നിധി ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ തിരിച്ച് വരുന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നികേഷ് പറയുന്നുണ്ട് അത് എനിക്ക് പനിയായതുകൊണ്ടാണ് ഏട്ടത്തി തിരിച്ച് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുധീഷ് പറയുന്നുണ്ട് അതൊന്നും അല്ല, നിധി ഇവിടുന്ന് പോയിട്ടും കഴുത്തിൽ നിന്ന് ആ താലി ഊരിയിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്കറിയാൻ തിരിച്ച് വരുമെന്നൊക്കെ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്. നിധി പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ സുധീഷ് പറയുന്നത് പിന്നെ അല്ലാതെ ഈ താലി മഹാത്മ്യം എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലല്ലോ, അതിനൊക്കെ നല്ല വാല്യൂ കൊടുക്കുന്ന ആളാണ് നിധിയെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധിയാണെങ്കിൽ പയ്യെ അവിടെ നിന്ന് എണീറ്റ് വന്നിട്ടാണെങ്കിൽ നമ്മളെ സുധീഷിനാണെങ്കിൽ ആ കഴുത്തിൽ നിന്ന് ആ താലിമാല ഊരിയൊക്കെ കൊടുക്കുന്നുണ്ട്. നിധി പറയുന്നുണ്ട് ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഗോൾഡാണ് കൊണ്ടുപോയി ഭദ്രമായിട്ട് കൊണ്ട് വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിധി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ സുധീഷിനാണെങ്കിൽ എല്ലാവരും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, വെറുതെ വഴിയെ പോകുന്ന വയ്യാവലി വിളിച്ച് വാങ്ങിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് പറയുന്നുണ്ട് അല്ല ലാസ്റ്റ് നിധി പറഞ്ഞിട്ട് പോയത് കണ്ടോ, താലി കൊണ്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ അവളൊന്ന് വാങ്ങിച്ചോളാന്നല്ലേ അത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നൊക്കെ പറയുമ്പം ഇത് കേൾക്കുമ്പോൾ നമ്മൾ സുഭാഷേട്ടാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അപ്പം നികേഷ് നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് അയ്യോ അങ്ങനെയല്ല ഇത് ഗോൾഡാണ്, ഇപ്പം ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുകൊണ്ട് വിറ്റ് പുട്ടടിക്കല്ലേ എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറയുന്നത്. നിങ്ങൾ അമ്മയുടെ മാല അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് കൊണ്ട് വയ്ക്കാൻ വേണ്ടി ഏട്ടത്തി പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും ആണെങ്കിൽ നമ്മൾ സുധീഷിനെ കുറ്റപ്പെടുത്തിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുധീഷ് പറയുന്നുണ്ട് നിങ്ങൾ നോക്കിയോ ഒരു ദിവസം ഇവൾ തന്നെ എൻ്റെ അടുത്ത് വന്ന് ഈ മാല ചോദിച്ചിട്ടാണെങ്കിൽ അവളെ കഴുത്തിൽ അവൾ ഇടുമെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നമ്മൾ സുധീഷ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നികേഷ് ആണെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് പറയുന്നത് ഈ സുധീഷാണ് ഇത്രയും ബുദ്ധിയില്ലാതായി പോയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സുധീഷാണെങ്കിൽ താലി കൊടുത്തു പോയിട്ടാണെങ്കിൽ താലി നോക്കി പറയുന്നുണ്ട് കേട്ടോ, ഇതുകൊണ്ട് എല്ലാം അവസാനിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഒരു ദിവസം ഇത് അവൾ ചോദിച്ച് വാങ്ങിക്കുന്നൊരു ദിവസം വരും, അതുവരെ എന്തായാലും ഈ താലി എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നൊക്കെ നമ്മൾ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.